കോൺഗ്രസിനെതിരെ ആരോപണവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. രാജ്യത്തിന്റെ ഭരണഘടനയെ സസ്പെൻഡ് ചെയ്തവർ തന്നെ ഇപ്പോൾ ആ ഭരണഘടന പോക്കറ്റിലിട്ട് നടക്കുകയാണെന്നും കോൺഗ്രസ് ഭരണഘടനയെ കശാപ്പ് ചെയ്തത് രാജ്യം ഒരിക്കലും മറക്കില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഭരണഘടനയെ മാത്രമല്ല ഭരണഘടനാ സ്ഥാപനങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നവരാണ് കോൺഗ്രസുകാരെന്ന് സമകാലീന സംഭവങ്ങൾ തെളിയിക്കുന്നു. എല്ലായ്പ്പോഴും ഭരണഘടനയുടെ കടയ്ക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തത്. മഹാരാഷ്ട്രയിൽ തോറ്റു തുന്നം പാടിയപ്പോൾ കെ.സി. വേണുഗോപാൽ പറയുന്നത് വോട്ടിംഗ് മെഷീൻ തിരിമറിയെന്നാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കുക, ഇവിഎമ്മിനെ കുറ്റപ്പെടുത്തുക, സുപ്രീം കോടതിയെ ദുരുപയോഗം ചെയ്യുക എന്നതൊക്കെയാണ് കോൺഗ്രസിന്റെ രീതിയെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. കോൺഗ്രസിനെ കൂടാതെ CPM-ന്റെ നേതൃത്വത്തിലുള്ള അർബൻ നക്സലുകളും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. രാജ്യം ഭരണഘടനാ ദിനം ആചരിക്കുന്ന വേളയിൽ ഇത്തരം ശക്തികൾക്കെതിരെ ജാഗരൂകരായിരിക്കേണ്ടത് ഏറെ അനിവാര്യമാണെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസങ്ങളിലായി തനിക്കെതിരെ മാധ്യമങ്ങൾ ചവറു വാർത്തകളാണ് നൽകുന്നതെന്നും സുരേന്ദ്രൻ ആക്ഷേപിച്ചു. ബിജെപിയും ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണെന്ന് അറിയാത്ത രീതിയിലാണ് 3 ദിവസമായി മാധ്യമങ്ങൾ തുള്ളിക്കൊണ്ടിരിക്കുന്നതെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. അതേസമയം പടലപ്പിണക്കങ്ങൾ ശക്തമായതോടെ ബിജെപി നേതൃത്വത്തിനെതിരെ കോഴിക്കോട് നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സേവ് BJP എന്ന തലക്കെട്ടോടെയാണ് നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ബിജെപിയിൽ കുറുവാ സംഘമുണ്ടെന്നാണ് ആരോപണം. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, പി രഘുനാഥ് എന്നിവരെ കുറുവാ സംഘമെന്നാണ് പോസ്റ്ററിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നേതൃത്വത്തെ മാറ്റണമെന്നും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. മൈജിവേഴ്സറി, മൈജിക്ക് ജന്മദിനാഘോഷം, നാടിന് ഷോപ്പിംഗ് ആഘോഷം. കേരളം ഇന്നുവരെ കാണാത്ത 19 ഇടിവിട്ട് ഓഫറുകൾ, കൂടാതെ 75% വരെ വിലക്കുറവിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറി സ്പെഷ്യൽ പ്രൈസുകൾ, ആനിവേഴ്സറി സ്പെഷ്യൽ കളക്ഷൻസ്. മൈജി ആനിവേഴ്സറി സെയിൽ നവംബർ 1 മുതൽ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.